Good evening, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡയലക്ട്രിക് മീഡിയത്തിൽ ഗോസസ് ലോ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ഒരു ഫ്രീ മീഡിയത്തിൽ അല്ലെങ്കിൽ വാക്വത്തിൽ ഗോസസ് ലോ എഴുതിയാണത് ഇങ്ങനെയായിരുന്നു. ഗോസസ് ലോ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് integral form is surface integral E dot dA is equal to Q enclosed, and its differential form is del dot vector E is equal to rho by epsilon 0, where rho is the volume charge density. Electric flux over a closed surface is equal to Q enclosed by epsilon 0 over a closed surface is equal to 1 by epsilon naught times the charge enclosed by the closed surface. ഇതാണ് നമ്മൾ ഗോസസ് ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. അത് ഡിഫറൻഷ്യൽ ഫോമിൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡൈവർജൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ബട്ട് ഇഫ് യു അപ്ലൈ ദ സെയിം ഗോസസ് ലോ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഡയലക്ട്രിക്, അവിടെയാണ് ആ ഡയലക്ട്രിക്കിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഡയലക്ട്രിക്കിൽ വളരെ നെഗ്ലിജിബിൾ ഓർ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്രീ ചാർജസ് ഉണ്ടാവും. പല രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു ചാർജ്ഡ് മീഡിയത്തിനെ ഏതെങ്കിലും ഇൻസുലേറ്റിംഗ് മീഡിയം കൊണ്ട് കവർ ചെയ്തായിരിക്കാം. അപ്പോൾ അതിന് ഫ്രീ ചാർജ് ഡെൻസിറ്റി അത്യാവശ്യം ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു പ്യുവർ ഡയലക്ട്രിക് മീഡിയം, ആ പ്യുവർ ഡയലക്ട്രിക് മീഡിയത്തിൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇഫ് യു അപ്ലൈ സം ഇലക്ട്രിക് ഫീൽഡ് then it will produce some polarization. So the total charge will be equal to volume charge density can be replaced as rho is equal to rho f plus rho b. ആ ഫ്രീ ചാർജ് ഇവിടെ നമ്മളുടെ മെറ്റീരിയലിലുള്ള ഇൻബിൽറ്റ് ഉള്ള മൊബൈൽ ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റിനെയാണ്, വോളിയം ചാർജ് ഡെൻസിറ്റിനെയാണ് റോ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. This rho f, this suffix f represents the charges are free to move, and this rho b is volume bound charge density. And rho f is the volume free charge density. ഈ റോ എഫ് ആണ് ഇവിടെ ഉപയോഗിച്ച റോ എന്ന് പറയുന്ന സിമ്പിൾ. അവിടെ ഒരൊറ്റ ചാർജ് ഡെൻസിറ്റി മാത്രമേ ഉള്ളൂ, ഫ്രീ ചാർജ് ഡെൻസിറ്റി മാത്രമേ വാക്വത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ സഫിക്സ് എഫിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ രണ്ട് ടൈപ്പ് ചാർജ് ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ റോ എഫ് എന്നും റോ ബി എന്നും റെപ്രസെൻ്റ് ചെയ്തു. സോ ദ ടോട്ടൽ വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് ദ സം ഓഫ് ഫ്രീ ചാർജ് ഡെൻസിറ്റി ആൻഡ് bound charge density. So you can replace this equation as, so in general del dot E is equal to rho by epsilon 0 എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ ഫോം. അതിന് പകരം നമുക്കിവിടെ റോ ബി പ്ലസ് റോ എഫ് എന്ന് എഴുതാം ബൈ epsilon 0. So epsilon naught into del dot E is equal to rho b plus rho f. ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. What is rho b? Rho b is volume bound charge density, and it is equal to
minus del dot vector p. Vector p is the polarization. So you can write epsilon naught del dot vector E is equal to minus del dot vector p plus rho f. So ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ epsilon naught del dot E plus del dot p is equal to rho f എന്ന് എഴുതാം. So del dot epsilon naught vector E plus vector p is equal to rho f എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ബ്രാക്കറ്റിലുള്ള ഈ പാരാന്തസിസിലുള്ള ടേമിനെ നമുക്ക് ഇൻ ജനറൽ ലെറ്റ് us define a new quantity epsilon naught vector E plus vector p is equal to vector d, which is called the electric displacement vector. Electric displacement. So this equation becomes del dot vector d is equal to rho f. ഇതാണ് ഡൈലക്ട്രിക്കിലുള്ള ഗോസസ് ലോ. വാക്വത്തിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതുക ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ എഫ് ബൈ എപ്സിലോൺ സീറോ, റോ ബൈ എപ്സിലോൺ സീറോ. സിംപ്ലി റോ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ റോ എഫ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഡി ആയി, ഇവിടെ ഇ ആണ്. അപ്പോൾ ഡയലക്ട്രിക്കിലുള്ള പുതിയൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതാണ് ഗോസസ് ലോ. ദിസ് ഈസ് ദ ന്യൂ ഗോസസ് ലോ ഇൻ ദ പ്രസൻസ് ഓഫ് ഡയലക്ട്രിക്. സോ ഡെൽ ഡോട്ട് വെക്ടർ ഡി ഈസ് ഈക്വൽ ടു റോ എഫ്. റോ എഫ് ഈസ് വാട്ട് ഈസ് റോ എഫ്? റോ എഫ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിലുള്ള ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ്, ഫ്രീ വോള്യൂം ചാർജ് ഡെൻസിറ്റിയാണ്. ദ ചാർജ് ഡെൻസിറ്റി ഈസ് ഫ്രീ, ദ ചാർജസ് ആർ ഫ്രീ ടു മൂവ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നിങ്ങൾക്കറിയാം, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ, ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഗോസസ് ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് സർഫസ് ഇൻ്റഗ്രലാക്കി ഇതിനെ രണ്ട് സൈഡിലും വോള്യൂം ഇൻ്റഗ്രൽ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഗോസസ് ഡൈവർജൻസ് തിയറം ഇതിൽ എങ്ങനെയാണോ ചെയ്തതെന്ന് വെച്ചാൽ അതേ രൂപത്തിൽ തന്നെ ഗോസസ് ഡൈവർജൻസ് തിയറം ഉപയോഗിച്ചൊരു സർഫസ് ഇൻ്റഗ്രലാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ക്യൂ എഫ് എൻക്ലോസ്ഡ് എന്ന് ഇങ്ങനെ എഴുതാം. വാട്ട് ഈസ് ക്യൂ എഫ്? ക്യൂ എഫ് ഈസ് ടോട്ടൽ ഫ്രീ ചാർജ് enclosed by the Gaussian surface. ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് ഇങ്ങനെ എഴുതാം: ഗോസസ് ലോ ഇൻ ദ പ്രസൻസ് ഓഫ് ഡയലക്ട്രിക്കിൽ അതിന് ജനറൽ കൺക്ലൂഷനായിട്ട് രണ്ട് കാര്യങ്ങൾ എഴുതാം. നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു. It is called electric displacement, epsilon naught vector E plus vector P. This is called electric displacement. ഗോസസ് ലോ എന്ന് പറയുന്നത് ഡയലക്ട്രിക്കിൽ in the presence of dielectric can be written as closed surface integral d dot dA is equal to QF enclosed, or you can also write it as del dot vector D is equal to rho F. The integral form, this is the differential form.
ഇതാണ് നമ്മൾ ജനറലി കൺക്ലൂഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു. ഡയലക്ട്രിക്കിൽ ഒരു പുതിയ ക്വാണ്ടിറ്റി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ വേറൊരു ക്വാണ്ടിറ്റി പറയാറുണ്ട്, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചോ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചോ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. തൽക്കാലം നിങ്ങളുടെ പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ഡയലക്ട്രിക്കിലുള്ള ഗോസസ് ലോ നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നും മനസ്സിലാക്കുക. നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുകയാണ്. So you can consider an example. You consider a long straight wire. It's a long straight wire which carries a uniform line charge density, linear charge density, lambda, and this material is, ഈ മെറ്റീരിയലിനെ നമ്മളൊരു റബ്ബർ ട്യൂബ് വെച്ച് കവർ ചെയ്തേക്കാണ്. So this is a long straight wire which is charged. ഇതൊരു ഇൻസുലേറ്റിംഗ് റബ്ബർ ട്യൂബാണ്. നമുക്ക് ഈ മെറ്റീരിയലിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയത്തിലാണ് നമ്മളുടെ ചാർജ് ചെയ്യപ്പെട്ട ഒരു ഇൻസുലേറ്റിംഗ് ഒരു മെറ്റീരിയലിനെ, ഒരു വയറിനെ, തിൻ വയറിനെ ഒരു ഇൻസുലേറ്റിംഗ് റബ്ബർ ട്യൂബിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഈ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡും അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. എന്തായിരിക്കും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഗോസസ് ലോ നമ്മൾ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഈ പോയിന്റിലെ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഇമാജിൻ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി, ഇവിടെ നമ്മളൊരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഉള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് വയറാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സിലിണ്ടർ ഇമാജിൻ ചെയ്യാം. സോ ഇമാജിൻ എ ഗോസിയൻ സിലിണ്ടർ passing through that point P. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഗോസിയൻ സിലിണ്ടർ ഇമാജിൻ ചെയ്യാൻ പോവാണ്. ഈ ഗോസിയൻ സിലിണ്ടറിൻ്റെ ഏരിയ അല്ലെങ്കിൽ എന്താ പറയുക റേഡിയസ് എന്ന് പറയുന്നത് എസ് ആണെന്ന് വിചാരിച്ചോ. ഈ റബ്ബർ ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എ യു ആണെന്ന് വിചാരിക്കും. സോ ഈ ഡയറക്ഷനെ നമുക്ക് എസ് ക്യാപ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഗോസിയൻ സിലിണ്ടർ ഇമാജിൻ ചെയ്തു. ആ സിലിണ്ടറിൻ്റെ ലെങ്ത് എൽ ആണ്. സോ ലെങ്ത് ഈസ് എൽ. ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് എൽ and radius of the cylinder S. So ഈ പോയിന്റിലെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ, sorry, this is not the electric field, electric displacement. In order to find the electric displacement at point P, imagine a Gaussian cylinder passing through that point P. Length of the cylinder is L, radius is S. So what we will do,
നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഗോസസ് ലോ നിങ്ങൾക്കറിയാം, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യു എഫ് എൻക്ലോസ്ഡ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എൽ ആണ്. അതുകൊണ്ട് തന്നെ ചാർജ് ഇൻസൈഡ് ദ ഗോസിയൻ സിലിണ്ടർ ഇസ് ഈക്വൽ ടു ഈ ട്യൂബിൻ്റെ ഇത്രയും ലെങ്ത്തുള്ള വയറിൻ്റെ ചാർജാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ എൽ. ദാറ്റ് ഈസ് ക്യു എഫ് എൻക്ലോസ്ഡ്. ഈ ഗോസിയൻ സിലിണ്ടറിൽ എൻക്ലോസ് ചെയ്ത ചാർജ് എന്ന് പറയുന്നത് ലാംഡ എൽ ആയിരിക്കും. സോ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ലാംഡ എൽ. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിയുടെ ഡയറക്ഷൻ ബൈ സിമെട്രി ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഡി ഡോട്ട് ഡി എന്ന് പറയുന്നത് ഡി ഇൻറ്റു ഏരിയ വരും, ഏരിയ ഓഫ് ദ സിലിണ്ടർ surface area of the cylinder is equal to lambda L. D into 2 pi S L is equal to lambda L. P L ഉം വെട്ടിപ്പോ. So D will be equal to lambda by 2 pi S. So vector D is equal to lambda by 2 pi S into S cap. This is the electric displacement. Suppose the point is outside the cylinder, outside the rubber tube, not the cylinder, rubber tube inde പുറത്താണ്. ഇതാണ് ലൈൻ എന്ന് വിചാരിക്കുക. റബ്ബർ ട്യൂബിൻ്റെ പുറത്ത് ഇവിടുത്തെ ഡി ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു, ഔട്ട്സൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഇമാജിൻ എ ഗോസിയൻ സിലിണ്ടർ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് പി. ഇവിടെ കൃത്യമായിട്ട് വരയ്ക്കാം. ഇത് എ ആണ്, ഇവിടേക്കുള്ള ദൂരം എസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഗോസിയൻ സിലിണ്ടർ ഇമാജിൻ ചെയ്യും. ഗോസിയൻ സിലിണ്ടറിൻ്റെ ലെങ്ത് എല്ലും റേഡിയസ് എസ് എം. പഴയ എസ് അല്ല, പുതിയ എസ്. അപ്പോൾ അവിടെയും ഡി ഇൻറ്റു 2 പൈ എസ് ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ക്യു എഫ് എൻക്ലോസ് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ലാംഡ എൽ എന്ന് വരും. സോ ഡി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എസ് എന്ന് വരും. സോ വെക്റ്റർ ഡി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എസ്, എസ് ക്യാപ്. So this is the electric displacement. The value of electric displacement is the same if S is less than A or S is greater than A. So electric displacement in the value ന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ റബ്ബർ ട്യൂബ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു റബ്ബർ ട്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ ആ റബ്ബർ ട്യൂബിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിലൊരു ലോങ് സ്ട്രൈറ്റ് വയർ ഉണ്ട്. റബ്ബർ ട്യൂബിൻ്റെ ഉള്ളിലാവുമ്പോൾ ഡി എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് ഇ പ്ലസ് പി ആയിരിക്കും. ഹിയർ പി ഈസ് നോട്ട് ഈക്വൽ ടു 0 ഇൻസൈഡ് ഒരു പോളറൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡി നോട്ട് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ. ഇസ് ഇറ്റ് കറക്റ്റ്? പിയുടെ വാല്യൂം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ഔട്ട്സൈഡ്
ഔട്ട്സൈഡ് ആണ് പോയിന്റ്. പോയിന്റ് ഈസ് ഔട്ട്സൈഡ്. ഇങ്ങനെ ഒരു റബ്ബർ ട്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റബ്ബർ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രൈറ്റ് വയർ ഉണ്ട്. ഇവിടെയാണ് പോയിന്റ് എങ്കിൽ അറ്റ് ദിസ് പോയിന്റ് പോളറൈസേഷൻ ഈസ് 0. കാരണം ഈ റബ്ബർ ട്യൂബിൻ്റെ ഉള്ളിലാണ് പോളറൈസേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പോളറൈസേഷൻ 0 ആണ്. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് വെക്റ്റർ ഇ പ്ലസ് 0 എന്ന് വരും. ടി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. So outside the cylinder, the polarization displacement is equal to epsilon naught times the electric field. Inside the cylinder, vector D is not equal to epsilon naught E. So അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പോളറൈസേഷൻ അറിയണം. പോളറൈസേഷൻ അറിഞ്ഞാൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈ പ്രോബ്ലത്തിന് എന്താ ഒരു ഗുണം എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എത്രത്തോളം മെറ്റീരിയൽ പോളറൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ഫ്രീ ചാർജസ് മാത്രം അറിഞ്ഞാൽ, മെറ്റീരിയലിലുള്ള ബൗണ്ട് ചാർജ് അറിയണ്ട, ഫ്രീ ചാർജസ് മാത്രം അറിഞ്ഞാൽ മതി. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിന് ഫ്രീ ചാർജസ് മാത്രം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വേറൊരു ക്വസ്റ്റനാണ്. അത് അതിൻ്റെ ഉള്ളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിനി ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ആദ്യം മാറ്റിവെച്ചൊരു കോൺസെപ്റ്റാണ്, മാറ്റിവെച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം? ഫിസിക്കലി എന്താണ് വ്യത്യാസം? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. A deceptive parallel. ഉദ്ദേശിച്ചത് വെക്റ്റർ ഡി എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് വെക്റ്റർ ഇയും പ്ലസ് വെക്റ്റർ പി ആണ്. പിയുടെയും ഇയുടെയും ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലുള്ള, ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. പി എന്ന് പറയുന്നത് പോളറൈസേഷൻ ആണ്. അപ്പോൾ ഇയും പിയും സിമിലർ ആണോ എന്നുള്ളതാണ് ചോദ്യം. സിമിലർ അല്ലെങ്കിൽ അനലോഗസ് ആണോ, അനലോഗസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അനലോഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്വത്തിൽ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൈഇലക്ട്രിക്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് രണ്ടും ഒരേ രൂപത്തിലുള്ള ബിഹേവിയർ കാണിക്കുന്ന ആളുകളാണോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ബിഹേവിയർ തന്നെയാണോ ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നത്? രണ്ടും തമ്മിലുള്ള ഡയറക്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ഇക്വലൻറ്റ് physical quantity in dielectric medium with respect to electric field in vacuum. അപ്പോൾ വാക്വത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണോ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അത് വളരെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെസെപ്റ്റീവ് പാരലൽ മാത്രമാണ്. അതൊരു കൃത്യമായിട്ടുള്ളൊരു റിലേഷൻ നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? സിമിലർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു റീജിയൻ ഇങ്ങനെ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചോ. ആ റീജിയനിലെ ഒരു വോള്യൂം എലമെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ റീജിയനിലെ വോള്യൂം ചാർജ് ഡെൻസിറ്റി റോ ഓഫ് ആർ പ്രൈം ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് റീജിയൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക 1/4 epsilon naught. This distance is vector r. Volume integral rho of r prime d tau prime by r square.
ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ആർ. ഇതാണ് നമ്മൾ സാധാരണ ഇലക്ട്രിക് ഫീൽഡിൽ. ഇത് കൊളൂംസ് ലോൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. കൊളൂംസ് ലോ ഒരു 2 പോയിന്റ് ചാർജുകൾ തമ്മിലാണ് കൊളൂംസ് ലോ പറയുകയെങ്കിലും ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ കൊളൂംസ് ലോൻ്റെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പോളറൈസ്ഡ് മെറ്റീരിയലിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ റോ ഓഫ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ എഫ് എന്ന് എഴുതാറുണ്ട്. ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ ε0 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ε0 വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോ എന്ന് പറയുന്നത് നമുക്ക് റോ എഫ് എന്ന് എഴുതാം. റോ എഫ് ഓഫ് ആർ പ്രൈം ഡി ടോ പ്രൈം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ε0 കളയും, കാരണം ഡെൽ ഡോട്ട് ഡി എഴുതുമ്പോൾ ε0 വേണ്ട, ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് does not satisfy, does not hold good, what hold good Coulomb's law. Coulomb's law സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. മോർ ഓവർ നിങ്ങൾക്കറിയാം ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കേൾ ഓഫ് ഇ 0 ആണ്. അപ്പോൾ നമുക്കൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ വരാം, ഡെൽ ക്രോസ് ഡി എന്ന് പറയുന്നത് 0 ആണോ? അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് ε0 വെക്റ്റർ ഇ പ്ലസ് വെക്റ്റർ പി എന്ന് എഴുതാം. സോ ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു ε0 ഡെൽ ക്രോസ് ഇ പ്ലസ് ഡെൽ ക്രോസ് പി എന്ന് എഴുതാം. ഇത് എല്ലായ്പ്പോഴും 0 ആണ്. അപ്പോൾ എന്തായി? ഒരു ഡയലക്ട്രിക്കിൻ്റെ കേസിൽ ഡെൽ ക്രോസ് ഡി എന്ന് പറയുന്നത് ഡെൽ ക്രോസ് പി ആയി. ഡെൽ ക്രോസ് പി 0 ആവോ? 0 ആവാം. ഇറ്റ് വിൽ ബി 0 for problems having cylindrical, spherical and planar symmetry. അതായത് ഡെൽ ക്രോസ് പി എന്ന് പറയുന്നത് 0 ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇൻ ജനറൽ ഇത്തരം സിമെട്രി എക്സിസ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസിൽ യു കനോട്ട് സേ ദാറ്റ് ഡെൽ ക്രോസ് പി ഇസ് ഈക്വൽ ടു 0. സോ in general നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, in general we can say that del cross p is not equal to 0. Therefore del cross d is not equal to 0. It may be 0, but in general you cannot say that curl of electric displacement is 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നോൺ സീറോ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാക്വത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ അനലോഗസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ഡയലക്ട്രിക്കിലുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പോളറൈസേഷൻ വെക്റ്റർ. ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ ജനറൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മെറ്റീരിയൽ എത്രത്തോളം പോളറൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് വരും. സോ ഇതാണ് ഈ രണ്ട് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസ്. പക്ഷേ ഒരു വാക്വത്തിൽ P0 ആണെങ്കിൽ വെക്റ്റർ ഡി എന്ന് പറയുന്നത് ε0 E എന്ന് എഴുതാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
a constant multiplied by electric field in vacuum. But generally നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ആയിട്ട് നമ്മളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഡേവിഡ് ജെ ഗ്രിഫിത്തിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഇനി പുതിയ ടോപ്പിക്ക്, അതായത് ലീനിയർ ഡയലക്ട്രിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ താങ്ക് യു.